1 ദിനവൃത്താന്തം 23 അധ്യായം. ദാവീദ് വയോധികനും കാലസമ്പൂർണനും ആയപ്പോൾ തന്റെ മകനായ ശലോമോനെ ഇസ്രായേലിന് രാജാവാക്കി. അവൻ ഇസ്രായേലിന്റെ പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും എല്ലാം കൂട്ടിവരുത്തി. ലേവ്യരിൽ 30 വയസ്സ് മുതൽ മേലോട്ടുള്ളവരെ എണ്ണി. ആളെണ്ണം പേരുപേരായി അവർ 38,000 ആയിരുന്നു. അവരിൽ 24,000 പേർ യഹോവയുടെ ആലയത്തിലെ വേല നടത്തേണ്ടുന്നവരും 6,000 പേർ പ്രമാണികളും ന്യായാധിപന്മാരും 4,000 പേർ വാതിൽ കാവൽക്കാരും 4,000 പേർ സ്തോത്രം ചെയ്യേണ്ടതിന് ദാവീദ് ഉണ്ടാക്കിയ വാദ്യങ്ങളാൽ യഹോവയെ സ്തുതിക്കുന്നവരും ആയിരുന്നു. ദാവീദ് അവരെ ലേവി പുത്രന്മാരായ ഗേർഷോൻ, കെഹാത്ത്, മെരാരി എന്നീ ക്രമപ്രകാരം കൂറുകളായി വിഭാഗിച്ചു. ഗേർഷോന്യർ ലദ്ദാൻ, ഷിമെയി. ലദ്ദാന്റെ പുത്രന്മാർ തലവനായ യഹീയേൽ, സേഥാം, യോവേൽ ഇങ്ങനെ 3 പേർ. ഷിമെയിയുടെ പുത്രന്മാർ ഷെലോമീത്ത്, ഹസിയേൽ, ഹാരാൻ ഇങ്ങനെ 3 പേർ. ഇവർ ലദ്ദാന്റെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായിരുന്നു. ഷിമെയിയുടെ പുത്രന്മാർ യഹത്ത്, സീന, യെയൂഷ്, ബെരീയാം. ഈ 4 പേർ ഷിമെയിയുടെ പുത്രന്മാർ. യഹത്ത് തലവനും സീന രണ്ടാമനും ആയിരുന്നു. യെയൂഷിനും ബെരിയയ്ക്കും അധികം പുത്രന്മാർ ഇല്ലാതിരുന്നതുകൊണ്ട് അവർ ഏക പിതൃഭവനമായി എണ്ണപ്പെട്ടിരുന്നു. കെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ ഇങ്ങനെ 4 പേർ. അമ്രാമിന്റെ പുത്രന്മാർ അഹരോൻ, മോശെ. അഹരോനും പുത്രന്മാരും അതിവിശുദ്ധ വസ്തുക്കളെ ശുദ്ധീകരിപ്പാനും യഹോവയുടെ സന്നിധിയിൽ ധൂപം കാട്ടുവാനും അവന് ശുശ്രൂഷ ചെയ്യുവാനും എപ്പോഴും അവന്റെ നാമത്തിൽ അനുഗ്രഹിപ്പാനും സദാകാലത്തേക്കും വേർതിരിക്കപ്പെട്ടിരുന്നു. ദൈവപുരുഷനായ മോശയുടെ പുത്രന്മാരെയോ ലേവി ഗോത്രത്തിൽ എണ്ണിയിരുന്നു. മോശയുടെ പുത്രന്മാർ ഗേർഷോം, എലിയേസർ. ഗേർഷോമിന്റെ പുത്രന്മാരിൽ ഷെബൂവേൽ തലവനായിരുന്നു. എലിയേസറിന്റെ പുത്രന്മാർ രഹബ്യാവ് തലവൻ. എലിയേസറിന് വേറെ പുത്രന്മാർ ഉണ്ടായിരുന്നില്ല. എങ്കിലും രഹബ്യാവിന് വളരെ പുത്രന്മാർ ഉണ്ടായിരുന്നു. ഇസ്ഹാരിന്റെ പുത്രന്മാരിൽ ഷെലോമീത്ത് തലവൻ. ഹെബ്രോന്റെ പുത്രന്മാരിൽ യെരിയാവ് തലവനും അമര്യാവ് രണ്ടാമനും യഹസീയേൽ മൂന്നാമനും യക്കമെയാം 4-മനും ആയിരുന്നു. ഉസിയേലിന്റെ പുത്രന്മാരിൽ മീഖ തലവനും ഇഷിയാവ് 2-മനും ആയിരുന്നു. മെരാരിയുടെ പുത്രന്മാർ മഹ്ലി, മൂശി. മഹ്ലിയുടെ പുത്രന്മാർ എലയാസാർ, കീശ്. എലയാസാർ മരിച്ചു. അവന് പുത്രിമാരല്ലാതെ പുത്രന്മാർ ഉണ്ടായിരുന്നില്ല. കീശിന്റെ പുത്രന്മാരായ അവരുടെ സഹോദരന്മാർ അവരെ വിവാഹം ചെയ്തു. മൂശിയുടെ പുത്രന്മാർ മഹ്ലി, ഏദർ, യെരമോത്ത് ഇങ്ങനെ 3 പേർ. ഇവർ കുടുംബമായി ആളെണ്ണം പേരുപേരായി എണ്ണപ്പെട്ട പ്രകാരം തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായ ലേവി പുത്രന്മാർ. അവർ 20 വയസ്സ് മുതൽ മേലോട്ട് യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയിൽ വേല ചെയ്തു വന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ തന്റെ ജനത്തിന് സ്വസ്ഥത കൊടുത്ത് യെരൂശലേമിൽ എന്നേക്കും വസിക്കുന്നുവല്ലോ. ആകയാൽ ലേവ്യർക്ക് ഇനി തിരുനിവാസവും അതിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളൊന്നും ചുമപ്പാൻ ആവശ്യമില്ല എന്ന് ദാവീദ് പറഞ്ഞു. ദാവീദിന്റെ അന്ത്യകൽപ്പനകളാൽ ലേവ്യരെ 20 വയസ്സ് മുതൽ മേലോട്ട് എണ്ണിയിരുന്നു. അവരുടെ മുറയോ യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി പ്രാകാരങ്ങളിലും അറകളിലും സകല വിശുദ്ധ വസ്തുക്കളെയും ശുദ്ധീകരിക്കുന്നതിലും ദേവാലയത്തിലെ ശുശ്രൂഷയുടെ വേലയ്ക്ക് അഹരോന്റെ പുത്രന്മാരെ സഹായിക്കുന്നതും കാഴ്ചയപ്പവും പുളിപ്പില്ലാത്ത ദോശകളായും ചട്ടിയിൽ ചുടുന്നതായും കുതിർക്കുന്നതായും അർപ്പിക്കുന്ന ഭോജനയാഗത്തിനുള്ള നേരിയ മാവും സകലവിധ പരിമാണവും അളവും നോക്കുന്നതും രാവിലെയും വൈകുന്നേരവും യഹോവയെ വാഴ്ത്തി സ്തുതിക്കേണ്ടതിന് ഒരുങ്ങി നിൽക്കുന്നതും യഹോവയ്ക്ക് ശബത്തുകളിലും അമാവാസികളിലും ഉത്സവങ്ങളിലും യഹോവയുടെ സന്നിധിയിൽ നിരന്തരം അവയെക്കുറിച്ചുള്ള നിയമത്തിനനുസരണയായ സംഖ്യപ്രകാരം ഹോമയാഗങ്ങളെ അർപ്പിക്കുന്നതും സമാഗമന കൂടാരത്തിന്റെ കാര്യവും വിശുദ്ധ സ്ഥലത്തിന്റെ കാര്യവും
യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയിൽ അവരുടെ സഹോദരന്മാരായ അഹരോന്റെ പുത്രന്മാരുടെ കാര്യവും വിചാരിക്കുന്നതും തന്നെ.